CN അണ്ണാദുരൈയെ നമുക്കറിയാം. തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അതുപോലെ അദ്ദേഹം ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ സ്ഥാപകനുമായിരുന്നു. കുട്ടിക്കാലത്ത് അസാധാരണമായ ബുദ്ധിവൈഭവമുള്ള ഒരാളായിരുന്നു ഈ അണ്ണാദുരൈ. നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിക്കുമെന്നല്ലാതെ വീട്ടിൽ വന്ന് ഒരക്ഷരം പഠിക്കില്ല, പുസ്തകം തുറക്കില്ല. അങ്ങനെ ഒരു ശീലമേ അണ്ണാദുരൈക്ക് ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ കൃത്യമായി പോകും, കൃത്യമായ അധ്യാപകൻ പറയുന്നതൊക്കെ കേൾക്കും. എന്നാൽ പരീക്ഷയിൽ നല്ല ഗംഭീര മാർക്ക് കിട്ടും അദ്ദേഹത്തിന് എപ്പോഴും. വീട്ടിൽ വന്ന് പഠനമേ ഇല്ല. ഒരു പഠിപ്പിസ്റ്റ്, നമ്മൾ ഇന്ന് പറയുന്ന പഠിപ്പിസ്റ്റിൻ്റെ കുപ്പായം ഒരിക്കലും അണ്ണാദുരൈ ശരീരത്തിൽ കയറ്റിയിട്ടില്ല. എന്നാൽ എപ്പോഴും പരീക്ഷയ്ക്ക് റിസൾട്ട് വരുമ്പോൾ നല്ല സൂപ്പർ മാർക്കായിരിക്കും. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിറകെ നടന്ന് അണ്ണാദുരൈ വീട്ടുകാരും അതുപോലെ അയൽവാസികളും ഒക്കെ വല്ലാതെ പ്രശംസിക്കുമായിരുന്നു. അങ്ങനെ വന്ന് അണ്ണാദുരൈക്ക് തോന്നി, ഞാനൊരു സംഭവം തന്നെ. ഈ ഒരു ചിന്ത അണ്ണാദുരൈ പിടികൂടാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അമിതമായ ആത്മവിശ്വാസത്തിലേക്ക് പാളം തെറ്റാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നു. കാര്യം താനൊരു സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൻ്റെ മഹാസംഭവങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിങ്ങനെ വ്യാപരിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ദോഷഫലം അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ തേടിച്ചെന്നു. 10ാം ക്ലാസ്സിൽ അണ്ണാദുരൈ 2 വട്ടം തോറ്റു. ഇത്രയധികം ബുദ്ധിവൈഭവവും ഓർമ്മശക്തിയുമുള്ള ഈ അണ്ണാദുരൈ എന്ന വിദ്യാർത്ഥി 2 തവണയാണ് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് തോറ്റുപോയത്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നൊരു കാര്യം എന്താ? ആ കാര്യം ഞാൻ പിന്നാലെ പറയാം. അമിതമായ ആത്മവിശ്വാസം അദ്ദേഹത്തിന് അപകടമാണെന്ന് മനസ്സിലായി. അദ്ദേഹം 3ാം തവണ കഠിനമായി അധ്വാനിച്ചു. നല്ല തുറന്ന മനസ്സോടെ പഠിച്ചു. ആ ആത്മവിശ്വാസം അമിതമായി കയറി വന്നതൊക്കെ അദ്ദേഹം മതിൽ കെട്ടി തിരിച്ച് വേണ്ടെന്ന് വെച്ചു. നല്ല മനസ്സോടെ പഠിച്ചു. 3ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതിയപ്പോൾ നല്ല മാർക്കോടെ അണ്ണാദുരൈക്ക് പരീക്ഷ പാസ്സാക്കാൻ കഴിഞ്ഞു. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം ഞാൻ വീണ്ടും പറയാം. ആത്മവിശ്വാസം വളരെ നല്ലതാണ്. അതില്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ അത് അഹങ്കാരത്തിന് വഴിമാറിയാൽ അപകടം ഉറപ്പ് മാത്രമല്ല, പരാജയം നിങ്ങളെ തേടി വരികയും ചെയ്യും. അപ്പോൾ ആത്മവിശ്വാസം വേണം, അതിനൊപ്പം വിവേകം വേണം, തിരിച്ചറിവ് വേണം, എളിമ വേണം. എന്നാലേ വിജയമുണ്ടാകൂ. അപ്പോൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആത്മവിശ്വാസം വേണം. അത് അമിത ആത്മവിശ്വാസമാകരുത്, അത് അഹങ്കാരത്തിന് വഴിമരുന്നാകുകയും ചെയ്യരുത്. അപ്പോൾ മിനിമം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ. വിജയം നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും.